ഇതാ കണ്ടില്ലേ ബാന്ദ്ര. ബാന്ദ്ര സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് ബാന്ദ്ര എങ്ങനെയാണെന്നുള്ള റിയൽ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ട്രെയിൻ വരുന്നുണ്ടെങ്കിലും സ്കൂട്ടറൊക്കെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കനലിൽ ചുട്ടെടുത്ത ചപ്പാത്തി. ഇതാണ് ഒറിജിനൽ ചപ്പാത്തി. ഇപ്പം ഞാൻ നിൽക്കുന്നത് മുംബൈയിലാണ് നിൽക്കുന്നത്. മുംബൈയിലെ രണ്ടാമത്തെ ദിവസം എന്ന്. ഇന്നലെ ഞാൻ മുംബൈയിൽ വന്നിട്ട് ഇവിടെ ഛത്രപതി ശിവജി ടെർമിനൽ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. മുംബൈ എന്ന് പറഞ്ഞ് നമ്മൾ സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് ഡോർമെട്രി റൂം ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേ ചെയ്തു. ഒരു ദിവസം തങ്ങുന്നതിന് 400 രൂപയാണ് ചാർജ്. രാവിലെ 10 മണി മുതൽ പിറ്റേന്ന് രാവിലെ 10 മണി വരെ. വൈഫൈ അങ്ങനത്തെ സംവിധാനം എല്ലാം അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഈ ഡോർമെട്രി റൂമിൽ പരിചയപ്പെട്ടപ്പോഴത്തേക്കും ഒരു തമിഴ് ബ്രോ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പുള്ളി പറഞ്ഞു ഇവിടെ അടുത്തായിട്ടൊരു മലയാളി ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴെന്തായാലും ആ മലയാളി ഹോട്ടൽ അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്. ദാ എത്തിയിരിക്കുവാണ് ഹോട്ടൽ റഹ്മാനിയ റെസ്റ്റോറൻറ്റ്. അപ്പോഴെന്തായാലും ഇവിടെ കയറി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ മുംബൈയിൽ വന്നിട്ട് ഞാൻ പുട്ടും കടലക്കറിയും ഓർഡർ ചെയ്തിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഇന്നലെ പാവ് ബജ്ജിയും അങ്ങനത്തെ എന്തൊക്കെയോ മുംബൈയുടെ ആഹാരമൊക്കെ വാങ്ങി കഴിച്ചായിരുന്നു. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെയാണ് നല്ലത്. അവർക്ക് അവരുടെ നാട്ടിലെ ഫുഡായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് എൻ്റെ പുട്ടും കടലയാണ് ഇഷ്ടം. നമുക്ക് വേറെയും ആഹാരങ്ങളൊക്കെ വാങ്ങി കഴിക്കാം. എന്തായാലും പുട്ടും കടലയും കഴിക്കണമെന്നൊന്ന് തോന്നി. അങ്ങനെ ഒന്ന് വാങ്ങി കഴിച്ചതാണ്. നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ നാട് മിസ് ചെയ്യും. നാട്ടിൽ ആഹാരമെല്ലാം മിസ് ചെയ്യും. അത് മാറി നിൽക്കുമ്പോഴേ ആ ഒരു ഫീൽ മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഒരുപാട് നാളൊന്നും മാറി നിന്നില്ല. ഏകദേശം ഒരു 10 ദിവസം ആയതേ ഉള്ളൂ. പക്ഷേ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രവാസികൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെ അതാ ഒരു ചായ വാങ്ങിയിട്ടുണ്ട്. സത്യം പറയാമല്ലോ, എന്നായിരുന്നു പൂനെ മുതൽ ഇവിടം വരെ മുംബൈ വരെ വന്നതിന് ശേഷം പതയുള്ള ചായ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഒരു പതയുള്ള ചായ കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ പോലെ. അങ്ങനെ പുട്ട് കടല ഒരു ചായ 95 രൂപ. കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഇതാ ഇവിടെ ആയിട്ട് നോക്കേ ഒരു കട, ഒരു ബാർബർ ഷോപ്പ് നോക്കേ, ചെറിയൊരു സെറ്റപ്പിൽ ചെയ്തിരിക്കുന്നത്. അത് കൊള്ളാം അല്ലേ? കറങ്ങുന്ന കസേരയൊക്കെ ആയിട്ട് രസമുണ്ട് അത് കാണാൻ. അങ്ങനെ കഴിച്ചിട്ട് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ ആയിട്ട് കണ്ടില്ലേ, ഇവിടെയൊക്കെ പാവ് ബജ്ജിയും സമൂസയും അങ്ങനെയൊക്കെ കച്ചവടം ചെയ്യുന്ന കടയാണ്. രാവിലെ തന്നെ കരിമ്പ് ജ്യൂസ് എല്ലാം ആക്റ്റീവായിട്ടുണ്ട്. ഇവിടെ അടുത്തായിട്ട് ഹൈക്കോർട്ടുണ്ട്, മുംബൈ ഹൈക്കോർട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടപ്പുണ്ട്. അങ്ങനെ ഞാൻ എന്താ ഇപ്പം റോഡിൻ്റെ സൈഡിലുള്ള ഫുട്പാത്തിലേക്ക് വന്നിരിക്കുവാണ്. ഇവിടെയൊക്കെയായിട്ട് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടുതലായിട്ടും എന്താ ഈ ഒരു രീതിയിലാണ് പുതിയ ബിൽഡിംഗ് ആണെങ്കിലും കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. നോക്കേ, ആ ഒരു വൈബ് അവർ നിലനിർത്തുന്നുണ്ട്. അങ്ങനെ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. എന്നിട്ട് സബർബൻ ട്രെയിൻ കയറിയിട്ട് അടുത്തുള്ള ഓരോരോ സ്ഥലങ്ങളിലോട്ട് പോകാം. ഇവിടെ നിന്ന് നേരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ. കുറച്ച് നടന്നാൽ മതി. ഇവിടെ കുടിവെള്ളത്തിൻ്റെ വണ്ടി ക്യാൻ വാട്ടറിൻ്റെ ക്യാനുമായിട്ട് പോവുകയാണ്. അതായത് ഇവിടെ ആയിട്ട് നോക്കേ 15 രൂപ, 20 രൂപ, 25 രൂപ അങ്ങനെ സർബത്തും കൂൾ ഡ്രിങ്ക്സൊക്കെ വിൽക്കുന്ന ചെറിയൊരു സ്റ്റാളാണ്. സോഡാ കുപ്പിയുടെ മുകളിൽ നാരങ്ങ വെച്ചിരിക്കുന്ന കണ്ടില്ലേ, മിൽക്ക് ഷേക്ക്, ഒരു ടൈപ്പ് മിൽക്ക് ഷേക്കാണിത്. ഇതാണ്ടേ നമ്മളടുത്തു കൂടെ സൈക്കിൾ ചവിട്ടി പോയ ക്യാൻ വണ്ടി ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും ഈ ഒരു ഫുട്പാത്തിൽ കൂടെ നടന്നു പോകാൻ ഒരു രസമുണ്ട്. എല്ലാവരും രാവിലെ ബിസിയാണ്. അവരവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇൻഷർട്ടൊക്കെ ചെയ്ത് കുളിച്ച് കുട്ടപ്പനായിട്ട് പോവുകയാണ് എല്ലാവരും. കുട്ടപ്പനും കുട്ടപ്പിയും എല്ലാവരും ഉണ്ട്. കൈവണ്ടി, മുള, കാറ്റാടിക്കട എല്ലാം ഉണ്ട്. ഇവിടെ ആയിട്ട് നോക്കിയാൽ സൈക്കിള് വലിയ ചങ്ങലയൊക്കെ ഇട്ട് പൂട്ടി വച്ചിരിക്കുവാണ്. അങ്ങനെ ഞാൻ ഛത്രപതി ശിവജി ടെർമിനലിനടുത്തേക്ക് വന്നിരിക്കുവാണ്. ഈ സ്റ്റേഷൻ്റെ കോഡ് CSMT എന്നാണ്. ഛത്രപതി ശിവജി എന്നൊന്നും നമ്മൾ ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണത്തില്ല. CSMT എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ കിട്ടും. ഈ പരിസരത്തായിട്ട് ഒരുപാട് മലയാളികൾ തങ്ങുന്നൊരു സ്ഥലമാണ് ഛത്രപതി ശിവജി ടെർമിനലിൻ്റെ പരിസരത്തായിട്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടേ ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇന്നലെ പറഞ്ഞൊരു കാര്യമായിരുന്നു. ആ കാണുന്നതാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. അടിപൊളി ബിൽഡിങ്ങാണ്.
ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ഒരുപാട് വർഷം പഴക്കമുള്ളത് കൊണ്ട് അത് കാണാനൊരു പ്രത്യേക ഫീലാണ്. റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും എന്താണെങ്കിലും. ഇതാ നോക്കിയ ഒരു പഴയ ബസ് കിടക്കുന്നുണ്ടല്ലേ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുമല്ല, ഇന്നലെയും കണ്ടായിരുന്നു. പക്ഷേ വീഡിയോക്കകത്ത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് കാണാമല്ലോ. അശോക് ലൈലൻഡിൻ്റെ ബസ്സാണ്. വണ്ടി കാണാനൊരു രസമുണ്ട്. ഇത് അവിടെയായിട്ട് ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ബോർഡ് കാണാം, ഇന്ത്യ പോസ്റ്റ്, മുംബൈ GPO, പിൻകോഡ് 400001. അങ്ങനെ എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനകത്തോട്ട് കയറാം. 1 ഡേ പാസ് ഉണ്ടോ എന്ന് നോക്കണം. ഒരു ദിവസത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടേ സബർബൻ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പാസ് കാണണം. അല്ലാതെ ഓരോരോ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം വെറുതെ പോകത്തതേ ഉള്ളൂ. 18 പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ ഇവിടെ. 18 പ്ലാറ്റ്ഫോം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 മുതൽ 7 വരെ സബർബൻ ട്രെയിനും 8 മുതൽ 18 വരെ എക്സ്പ്രസ് ട്രെയിനുമാണ്. അതിൽ 1ഉം 2ഉം സബർബൻ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഹാർബറാണ്, ഹാർബർ ലൈൻ. പിന്നെ 3, 4, 5, 6, 7 അത് സബർബൻ മെയിൻ. അങ്ങനെയാണ്. എന്തായാലും നമുക്ക് സബർബൻ 1 ഡേ പാസ് കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ അല്ലാതെ ടിക്കറ്റ് എടുത്ത് എവിടെയെങ്കിലും പോയിട്ട് വരാം. യെസ്, അങ്ങനെ നമ്മൾ സബർബൻ ട്രെയിനിൽ 1 ഡേ പാസ് എടുത്തിരിക്കുവാണ്. 80 രൂപയാണ് ചാർജ്. സെക്കൻഡ് ക്ലാസ്സിൽ ഏത് സബർബൻ ട്രെയിനിൽ വേണമെങ്കിലും കയറാം. ഫസ്റ്റ് ക്ലാസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ 275 രൂപയാണ് ടിക്കറ്റ്. ഇത് ഫുൾ ഡേ ആണ് എന്ന് പറയുമ്പോൾ 12 മണി മുതൽ 12 മണി വരെ, രാത്രി 12 മണി വരെ ഉണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ഈ പാസ് കൊണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം. യെസ്, ഒരു ട്രെയിൻ വരുന്നുണ്ട്. ബാന്ദ്രയ്ക്ക് പോകുന്ന ട്രെയിനാണ് സബർബൻ ട്രെയിൻ. നിറഞ്ഞാണ് വരുന്നത്, ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സബർബൻ ട്രെയിനിന് സാധാരണ ട്രെയിനെക്കാട്ടി കുറച്ച് വീതി കൂടുതലാണ്. പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് കവിഞ്ഞ് നിൽക്കും. എന്തായാലും ഇതിൽ കയറി നമുക്ക് ബാന്ദ്ര ഒന്ന് പോയിട്ട് വരാം. ഇതാ കണ്ടില്ലേ, പ്ലാറ്റ്ഫോമിലേക്ക് കുറച്ചൊന്ന് കവിഞ്ഞ് നിൽക്കുവാണ് വണ്ടി. യെസ്, അങ്ങനെ നമ്മൾ സെക്കൻഡ് ക്ലാസ്സിനകത്തോട്ട് കയറിയിരിക്കുവാണ്. വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സബർബൻ ട്രെയിൻ ഛത്രപതി ശിവജി ടെർമിനലിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ നമുക്ക് ബാന്ദ്രയിൽ പോയിട്ട് വരാം. ബാന്ദ്രയ്ക്ക് ആളില്ലല്ലോ, സീറ്റൊക്കെ കാലിയായിട്ട് കിടക്കുക. നമ്മൾ പോകുന്നതിൻ്റെ കൂടെ വേറൊരു സബർബൻ ട്രെയിനും കൂടെ വരുന്നുണ്ട്. നോക്കേ, നല്ല രസമുണ്ട് ഒരേപോലെ പോകുന്നത്. ഒരുപാട് സബർബൻ ട്രെയിൻ ഈ മുംബൈയിലുണ്ട്. ചെന്നൈ പോലെ തന്നെ ഇവിടെയുമേ ഇഷ്ടംപോലെ സബർബൻ ട്രെയിനുണ്ട്. വരി വരിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം റേ റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമെത്തി. ഇവിടെ ആയിട്ട് നോക്കിയാൽ കുറച്ചധികം ഫ്ലാറ്റുകളും കോല് പോലത്തെ ബിൽഡിങ്ങുകളെല്ലാം കാണാം. അതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ യാത്ര ചെയ്യാൻ ഒരു രസമുണ്ട്. ഇവിടെയായിട്ട് കുറച്ചധികം ലോറികൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഈ ഒരു സ്ഥലം കൊള്ളാം. കുറേ ലോറികൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഗുഡ് ഷെഡോ അങ്ങനത്തെ എന്തെങ്കിലും കാണുമായിരിക്കാം. അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും കമ്പോളം പോലത്തെ എന്തെങ്കിലും സംഭവം കാണുമായിരിക്കാം. വലിയ വലിയ ബിൽഡിങ്ങുകളും ഉണ്ട്, ചെറിയ ചേരിയും ഉണ്ട്. നോക്കേ, യെസ്, അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ബാന്ദ്രയിൽ എത്തിയിരിക്കുകയാണ്. ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ. ഇതാ കണ്ടില്ലേ, ബാന്ദ്രയിൽ ഇറങ്ങിയിരിക്കുവാണ്. അങ്ങനെ ഞാൻ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഇതാ ഇവിടെ റെയിൽവേ ട്രാക്കുകൾ തമ്മിലുള്ള സ്പേസിൽ 2 പയ്യന്മാർ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ. നല്ല ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ചേരിയാണ് ബാന്ദ്ര. ഇത് അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ചേരിയിലെ ഒരു ചെറിയൊരു കടയാണിത്. ഓരോരോ വീട്ടിലോട്ടും കയറാൻ വേണ്ടിയിട്ട് തടിയുടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. പിന്നെ അല്ലാത്ത സ്റ്റെപ്പും ഉണ്ട്, മെറ്റലിൻ്റെ സ്റ്റെപ്പുകളും ഉണ്ട്. ഇവിടെയായിട്ട് ഒരു റെസ്റ്റോറൻ്റാണ്, ചപ്പാത്തിയൊക്കെ ചെയ്യുന്നൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവെല്ലാം ഇരിപ്പുണ്ട്. ഇതിനകത്താണ് ചുടുന്നത്, ഈ കല്ലിൽ. ഇതാണ് ഹോട്ടലിനകം. ഇവിടുത്തെ ഫുഡിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്. ബൂന, മട്ടൻ്റെ എല്ലാം തോന്നുന്നു. അതാണ്ട് ബജ്ജി റൊട്ടി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാം. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കേ, നല്ല ചൂട് ചപ്പാത്തി തീയിൽ ചുടുന്നു. കണ്ടില്ലേ, കനലിലല്ല തീയിലിങ്ങനെ ചുട്ടെടുക്കുവാണ്. നല്ല ഫ്രഷ് ചപ്പാത്തി. രാവിലെ ഇവിടെ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു. ഓ, ചിക്കൻ ഗ്രേവിയാണ്, ചിക്കൻ കറി. ചപ്പാത്തി കിത്തന റുപ്പേ ബായ്? 5 രൂപയാണ് ചപ്പാത്തിയുടെ വില. ഗ്രേവി കിത്തന റുപ്പേ? 30 രൂപയാണ് ഗ്രേവി. ഇതെവിടെയായിട്ട് നോക്കിയേ, ഒരു തുണിക്കട. ഇത് കൊള്ളാം അല്ലേ? ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഈ ഒരു ചേരിയിലേ ഇങ്ങനത്തെ കച്ചവടങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ്. ലേഡീസിൻ്റെ ഐറ്റംസാണ് കൂടുതലും. കിത്തന റുപ്പിയ ബായ്? 230.
ഓ 230 രൂപ ഉള്ളു വില. കൊള്ളാലോ. ഇവിടെയൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെയുണ്ട് തുണിക്കട. ഹോൾസെയിലാണോ റീറ്റെയിൽ ആണോ എന്ന് അറിയാൻ വയ്യ. കണ്ടില്ലേ, ഇവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ കടയുടെയൊക്കെ വലിപ്പം. ഒരു കുഞ്ഞു കട. ഹോൾസെയിൽ കടയാണ്. കിത്തന റുപ്യ? 100 റുപ്പീസ്. 100 ഉള്ളി 100 രൂപ. കൊള്ളാലോ. ചുരിദാറുകളും സംഭവങ്ങളും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാർ മടക്കിയൊക്കെ വെക്കുന്നുണ്ട്, പാക്ക് ചെയ്യുന്നതായിരിക്കാം. അത് 100 റുപ്പീസ്. 250. ഓ അങ്ങനെ. പാൻറ്റും അങ്ങനത്തെ സംഭവം കൂടെ ചേർന്ന് വരുന്നതിന് 250 രൂപയാണ് ചാർജ്. ഇവിടെയൊക്കെ ആയിട്ട് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ് തകൃതിയായിട്ട്. ഇതാ കണ്ടില്ലേ, ജെൻസിൻ്റെ ഡ്രസ്സൊന്നും കാണിക്കുന്നില്ല എന്ന് വിചാരിക്കരുതേ. ഇവിടെ കൂടുതലായിട്ടും ലേഡീസിൻ്റെ ഞാൻ കണ്ടുള്ളൂ, അതുകൊണ്ടാണ് അത് കാണിച്ചത്. ഇത് കണക്കത്തൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇടുമോ എനിക്കറിയാൻ വയ്യ. റിലയൻസ് ട്രെൻഡ്സ് അതേപോലത്തെ കടകളിലൊക്കെ ഈ ഒരു ടൈപ്പ് ക്ലോത്തൊക്കെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇടുമായിരിക്കും. ഇത് അവിടെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 2000, 2500, 3000 രൂപയൊക്കെ ആവുമായിരിക്കാം. എന്തായാലും കൊള്ളാം, നല്ല കോട്ടൺ തുണിയാണ്. ഇത് വലിയ കടയിൽ AC അടിപൊളി ഡിസ്പ്ലേയിലൊക്കെ കയറുമ്പം ഇതിൻ്റെ ഗതിയെ മാറും. ഇതിവിടെ തുണി തേക്കുന്ന കട. അങ്ങനെ എല്ലാത്തരം കടകളും ഈ ഒരു പരിസരത്തുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു സ്നാക്സും പിന്നെ അല്ലാത്ത വീട്ടിലെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ചെറിയൊരു കട. മുട്ടായികളും സോപ്പ് പൊടിയും സോപ്പും എല്ലാം ഉണ്ട്. ഇതുവഴി കൂടെ ട്രെയിൻ വരുന്ന വഴിയാണ്. ഇതാ കണ്ടില്ലേ, ട്രാക്കുണ്ട്. ഇവിടെ വരിയായിട്ട് തുണിക്കടകളാണ്. ഇതാ കണ്ടില്ലേ, നമ്മൾ നേരത്തെ കയറിയതുപോലത്തെ പലതരം തുണിക്കടകൾ ഈ റൂട്ടിലായിട്ടുണ്ട്. ഈ ഒരു വരിയായിട്ടുണ്ട്. ഇതാ ചായ കൊണ്ടുപോകണം ഫ്ലാസ്കിൽ. മിക്കയിടത്തും ഫ്ലാസ്കിലാണ് ചായ കൊടുക്കുന്നത്. ഞാൻ ഇന്നലെയും വാങ്ങിക്കുടിച്ചത് ഫ്ലാസ്കിലായിരുന്നു. ഫ്ലാസ്കിലെ ചായ ആയിരുന്നു. കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട്, ഒരുപാടുണ്ട് തുണിക്കടകൾ. കൊച്ചു കൊച്ചു കടകൾ. കുഞ്ഞൊരു കടയ്ക്കകത്ത് ഒരുപാട് കളക്ഷൻസ്. പരസ്യം പറയുന്നതൊക്കെ ഉണ്ടല്ലേ. ഇതാ ഇങ്ങനെ നടന്നു വന്നപ്പം ഇവിടെ എന്തോ ഒന്ന് പാചകം ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടെ എൻജിൻ മാത്രമേ വരത്തുള്ളെന്നാണ് പറയുന്നത്. ട്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് വരത്തില്ലെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്കും അറിഞ്ഞത്. എന്തായാലും ഈ ഒരു ചേരി പ്രദേശത്തോടെ നടക്കാൻ ഒരു പ്രത്യേക ഫീലുണ്ട്. വെറുതെ പറയുമല്ല, സത്യമായിട്ടും ഫീലുണ്ട്. സത്യം പറഞ്ഞാൽ മുംബൈയിൽ വന്നിട്ട് എനിക്ക് ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും ഒക്കെ പോയി കണ്ടതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നപ്പോഴാണ്. ഇതാ കണ്ടില്ലേ, പോകുന്ന വഴിക്കെല്ലാം തുണിക്കടകളാണ്. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചെറിയൊരു പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മൂടിയ കടയും ഒക്കെ ആയിട്ട്. അത് കൊള്ളാം അല്ലേ? ഇതിവിടെയൊക്കെ ആയിട്ട് മുകളിലോട്ട് സ്റ്റെപ്പുണ്ട് വീട്ടിലോട്ടൊക്കെ കയറാൻ വേണ്ടിയിട്ടേ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോൾ ഇവിടെ ആയിട്ട് നോക്കേ, ഉന്തുവണ്ടികളെല്ലാം അമഴ്ത്തി വെച്ചിരിക്കുവാണ്, മലർത്തി വെച്ചിരിക്കുവാണ്. രണ്ടിലെങ്ങനെയാണ് വെച്ചിരിക്കുവാണ്. ഇതെവിടെയൊക്കെ തുണിയൊക്കെ അലക്കി ഇട്ടിരിക്കുന്നതൊക്കെ. അങ്ങനെ നമ്മൾ നടന്നതാ ഒരു ലെവൽ ക്രോസിനടുത്ത് വന്നിരിക്കുവാണ്. ഇവിടുത്തെ ലെവൽ ക്രോസ് നോക്കേ, സാധാരണ ഗേറ്റ് പോലൊന്നും അല്ല. ഇങ്ങനെ വീട്ടിലെ ഗേറ്റ് പോലെ നോക്കേ, ഇങ്ങനെ അടയ്ക്കുന്നതാണ്. സാധാരണ റെയിൽവേ ഗേറ്റ് ഇങ്ങനെയല്ലേ അടയ്ക്കുന്നത്. ഇത് അങ്ങനത്തെ അല്ല, ഇത് ഇങ്ങനത്തെ ഗേറ്റ്. എന്തായാലും കൊള്ളാം അല്ലേ? ഇത് അങ്ങോട്ടൊക്കെ ആയിട്ട് പലതരം കച്ചവടങ്ങളുണ്ട്. ഇപ്പം ട്രെയിൻ വരും കേട്ടോ. ഗേറ്റ് അടയ്ക്കാൻ പോവുകയാണ്. അപ്പുറത്ത് സ്റ്റാഫ് നിന്ന് ഗേറ്റ് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോഴെന്തായാലും ട്രെയിൻ വരുന്ന കാഴ്ചയും കൂടെ നമുക്ക് കാണാം. ഈ സൈഡ് ഗേറ്റ് അടച്ചു, ഇനി ഇതോ അപ്പുറത്തെ സൈഡും ഗേറ്റ് അടച്ചു. ആ ഗേറ്റിലെല്ലാം നോക്കേ തുണിയും ഓരോ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്തിരിക്കുവാണ്. നോക്കേ, മൊബൈലിൻ്റെ പൗച്ചും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുവാണ്. അപ്പോഴെന്തായാലും ഗേറ്റ് അടച്ചെങ്കിലും ദാ സൈഡിൽ കൂടെ സ്കൂട്ടറൊക്കെ പോവുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു വഴി ഇട്ടിട്ടുണ്ട്. ഈ വഴി കൂടെ സ്കൂട്ടറും എല്ലാം പോവും. അങ്ങനെ എന്തായാലും നമുക്ക് ഇവിടെ വെയിറ്റും തൂക്കിക്കൊണ്ട് വരിക. സ്വാഭാവികം, അവർക്ക് ദേഷ്യം കാണും. അങ്ങനെ എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ട്രെയിൻ ഇപ്പോഴും വരും. ബിരിയാണിയോ എന്തോ ഒരു സംഭവം ചെയ്യുവാണ്. ട്രെയിൻ വരുന്നവരെ നമുക്ക് അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാം. ഇതാ കണ്ടില്ലേ, കുഴിമന്തി പോലത്തെ റൈസാണ്. റൈസ് ഗ്രേവി, വിച്ച് ഗ്രേവി? വെജ് ഗ്രേവി, അലീം.
हलीम बिरयानी നോൺ വെജ് മട്ടൻ ചിക്കൻ മട്ടൻ 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 കറിയും ഇതാ ഈ ഒരു റൈസുമാണ്. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കാം. 50 രൂപയാണ് വില ഈ റൈസിനും ഗ്രേവിക്കും കൂടെ ചേർത്തിട്ട്. അപ്പോഴെന്തായാലും എവിടെ നിന്നോ ഒരു ട്രെയിനിൻ്റെ ഹോണടി കേട്ടു, നമുക്ക് നോക്കാം. യെസ്, അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ദോ വരുന്നുണ്ട് എൻജിൻ. വിസിലൊക്കെ അടിച്ച് റെയിൽവേ സ്റ്റാഫ് ആൾക്കാരെ മാറ്റുവാണ്. ട്രെയിൻ വരുന്നുണ്ടെങ്കിലും സ്കൂട്ടറൊക്കെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. ട്രെയിനിൻ്റെ ഹോണടി കേൾക്കാം. ആൾക്കാരൊക്കെ അതാ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് ഈ പരിസരത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ എൻജിനെല്ലാം പോയി കഴിഞ്ഞിരിക്കുവാണ്. ഇതാ ഇവിടെ റോഡ് സൈഡിലായിട്ട് പാവ് ബജ്ജിയും മുട്ട ബജ്ജിയും എല്ലാ ബജ്ജിയും ഉണ്ട്. അങ്ങനെ നമ്മൾ ബാന്ദ്ര സിറ്റിയിലേക്ക് ഇറങ്ങിയിരിക്കുവാണ്. സിറ്റി എന്ന് വെച്ചാൽ ആ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ കുറച്ചധികം ഓട്ടോകളെല്ലാം ഉണ്ട്, ഓട്ടോ സ്റ്റാൻഡ്. ഇപ്പോഴും നമ്മൾ രണ്ടായിട്ട് തിരിയുന്ന ഒരു വഴിയിലോട്ട് വന്നിരിക്കുവാണ്. അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. നമുക്കാദ്യം ഇങ്ങോട്ട് പോവാം. ഈ ഒരു വഴി കൂടെ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കിയിട്ട് വരാം. ഇതാ കണ്ടില്ലേ കപ്പയ്ക്ക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു കപ്പയ്ക്കയ്ക്ക് ഇവിടെ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടെന്ന്. ഏക് പീസ് കിത്തനെ റുപ്പിയേ, ഏക് പീസ് കിത്തനെ റുപ്പിയേ. ഓ ഇതാ കണ്ടില്ലേ പാക്കറ്റിൽ വെച്ചിരിക്കുന്നത് കപ്പയ്ക്ക. കിത്തനെ റുപ്പിയേ? 20 രൂപയേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതുവഴിയൊക്കെ ഓരോ വഴികളകത്തോട്ടുണ്ട്. ഈ വഴിയൊക്കെ എങ്ങോട്ട് പോകുന്നതാണ്? ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. അല്ലേ, ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ട്. എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഇവിടെ എന്തൊക്കെയോ കേബിളൊക്കെ ഉണ്ട്. തെന്നുന്നുണ്ട് കേട്ടോ ചവിട്ടുമ്പോൾ. ഓ കുറ്റാക്കൂരിട്ട്. ഇതെങ്ങോട്ട് പോകുന്ന വഴിയാ? ഒന്നും കാണാൻ വയ്യ. വെള്ളമൊക്കെ, വെള്ളം ഓടയിലെ വെള്ളമാണോ? സ്മെല്ലുണ്ട്, ചെറുതായിട്ട് സ്മെല്ലുണ്ട്. തിന്നുന്നു. ഈ കൊച്ചു പിള്ളേരൊക്കെ നടന്നു വരുന്നുണ്ടല്ലോ. പിന്നെന്താ എനിക്ക് പോയാ? അങ്ങനെ നമ്മൾ ഒരു വഴിയിലൂടെ കയറി വേറൊരു വഴിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നടന്ന് വേറൊരു വഴിയിലോട്ട് എത്തിയിരിക്കുവാണ്. ഇവിടെ എന്തൊക്കെയോ സമൂസയൊക്കെ ചെയ്യുവാന്ന് തോന്നുന്നല്ലേ. സമൂസ മാവൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ചെയ്യുവാണ്. സമൂസ, പൂരി. ഓ പൂരി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പൂരി മസാല അങ്ങനത്തെ സംഗതികളൊക്കെയാണ്. പ്രിപ്പറേഷൻ നടക്കുന്നേ ഉള്ളൂ. എനിക്കൊന്ന് വൈകിട്ടായിരിക്കും കച്ചവടമെല്ലാം. അങ്ങനെ ഓരോ വഴിക്കും എൻഡില്ല. ഇത് എങ്ങോട്ടോ ഉള്ളിലോട്ടങ്ങ് പോവുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇപ്പം തീരുമെന്ന് വിചാരിച്ചിരുന്നേ, പക്ഷേ തീരുന്നില്ല. അങ്ങ് അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. വഴിക്കൊരു അവസാനമില്ല. എല്ലായിടത്തും ഹോട്ടലൊക്കെയാണ്. നോക്കേ, ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഹോട്ടലൊക്കെയാണ്. ചപ്പാത്തി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ചപ്പാത്തി ചുടുന്ന രീതി കൊള്ളാം. ജസ്റ്റ് ഇതാ കണ്ടില്ലേ, ഇവിടെ ചപ്പാത്തി ചെയ്യുന്ന കൊള്ളാം. നല്ല ചൂട് ചപ്പാത്തി. ഇതാണ് ഒറിജിനൽ ചപ്പാത്തി, കനലിൽ ചുട്ടെടുത്ത ചപ്പാത്തി. കൊള്ളാം അല്ലേ? ഇതെവിടെ ആയിട്ടൊരു പൂച്ചയൊക്കെ പ്രസവിച്ച് കിടപ്പുണ്ട്, അമ്മയും കുഞ്ഞും. അതിൻ്റെ അടുത്തോട്ട് ക്യാമറയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് അള്ളു വരും. ഓക്കെ, താങ്ക് യു, ബൈ. आपका नाम? മുഹമ്മദ് ഇസ്മായിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇതവിടെ കറികളെല്ലാം ഉണ്ട്. കറികൾ കണ്ടില്ലേ, പലതരം ഗ്രേവികൾ. ചിക്കൻ കറി കിത്തന റുപ്പിയ? 20. 20 രൂപയാണ് ചിക്കൻ കറി. കൊള്ളാമല്ലോ. എവിടെയായിട്ട് മുട്ട ബജ്ജിയാന്ന് തോന്നുന്നു. മുട്ടയാണ് സംഭവം. എഗ് അണ്ട ബജ്ജി കിത്തനെ? 10 റുപ്പിയ. 10 രൂപയുള്ള വില. ഇത് റൈസൊക്കെ ഉണ്ട് കണ്ടില്ലേ. അങ്ങനെ എന്തായാലും കൊള്ളാം. ഇന്ന ലക്ഷ്യമൊന്നുമില്ല എങ്ങോട്ട് പോകണമെന്നേ. ശരിക്കും ചേരിക്കകത്തൂടെയൊക്കെ ഒന്ന് നടക്കുക, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇത് ഇവിടെ ആയിട്ടൊരു വലിയൊരു ഓട പോകുന്നുണ്ട്. ഓട ഇതാ കണ്ടില്ലേ, വലിയൊരു ഓട. ഭയങ്കര സ്മെല്ല് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതെവിടെ പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു
കൊച്ചു കടയിൽ ഒരു കൊച്ചു പയ്യൻ മുട്ടായിയും എന്തൊക്കെ വാങ്ങുവാണ്. യെസ്, അങ്ങനെ നമ്മൾ ഇരുണ്ട വഴികളിലൂടെ സഞ്ചരിച്ച് വന്നതിന് ശേഷം ഒരു വെട്ടമുള്ള വഴിയിലേക്ക് വന്നിരിക്കുവാണ്. അങ്ങനെ വെട്ടമുള്ള വഴിയിലേക്ക് വന്നപ്പോൾ ഇവിടെ ആയിട്ട് വാങ്കുവിളി കേൾക്കാം. അവിടെ ആയിട്ടൊരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, അവിടെ നിന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഞാൻ ആ വഴിയിലൂടെ എല്ലാം വന്നിട്ട് ഇതാ ഇങ്ങോട്ട് കയറിയിരിക്കുവാണ്. ഇത് ബാന്ദ്രയുടെ വെസ്റ്റ് സൈഡാണ്. ഇവിടെ ആയിട്ട് ഒരു 102 ബസ് നമ്പർ ഇലക്ട്രിക് ബസ്സാണ്. അങ്ങനെ എന്തായാലും നമുക്ക് ഇതുവഴി കൂടെയൊക്കെ ഒന്ന് സിറ്റിയുടെ പരിസരത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ റോഡ് സൈഡിലെ ഫുട്പാത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. ആ വീടുകൾക്ക് ഇടയിലൂടെയുള്ള വഴിയിലൂടെയെല്ലാമാണ് നേരത്തെ പോയത്. അങ്ങനെ ഈ വലിയ ഓട ഇല്ലായിരുന്നെങ്കിൽ എന്തോ ചെയ്തനല്ലേ ഇവർ. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഓട. അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് അടിച്ചിരിക്കുവാണ്. ഈ വഴി കൂടെ പോയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ വീണ്ടും വന്നിരിക്കുവാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോവാം. ബാന്ദ്ര സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് ബാന്ദ്ര എങ്ങനെയാണെന്നുള്ള റിയൽ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ബാന്ദ്ര ഞാനും സിനിമ കണ്ടിട്ടില്ലായിരുന്നു. ഭയങ്കര തിരക്കുള്ളൊരു സിറ്റി എന്ന് പറയാനില്ല, സിറ്റി എന്ന് പറയാൻ പറ്റുമോ, ഒരു ചേരി, വലിയൊരു ചേരി, അതിന് ചുറ്റിപ്പറ്റി ഒരുപാട് കടകൾ, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ബാന്ദ്ര. എന്തായാലും ഇതുവഴി കൂടെ ഭയങ്കര വെയിൽ, നമുക്കേ തണലുള്ള ഏതെങ്കിലും വഴി നോക്കി പോവാം. അങ്ങനെ നമ്മൾ നേരത്തെ പോയത് ഈ ബായി ഇറങ്ങി വന്ന വഴിയില്ലേ, ഈ ഇടവഴിയിലൂടെ ഞാൻ പോയത്. നമുക്ക് നേരെ പോവാം. ഇനി ഇവിടെ കുറച്ച് തണലുള്ള വഴികളിലൂടെ ഒന്ന് നടന്നിട്ട് വരാം. ഇവിടെയും ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഹോട്ടലുകളും എല്ലാം ഉണ്ട്. ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല, റെസ്റ്റോറൻറ്റ്. ഇവിടെ ആയിട്ട് ഒരു ലാബാണ്, അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് ഇറച്ചിക്കട, സീനത്ത് ബീഫ് ഷോപ്പ്. ബീഫൊക്കെ പൊട്ടയെ വെട്ടിക്കൊണ്ട് നിൽക്കുവാണ്. ബീഫ് വെട്ടുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? നിനക്ക് മീനല്ലേ ഇഷ്ടം? എല്ലൊക്കെ ടക്കയെന്ന് വെട്ടിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ആയിട്ട് മസാലകൾ, ഇറച്ചി മസാലകൾ, അങ്ങനത്തെ മസാലകളെല്ലാം ഉണ്ട്. പല ബക്കറ്റിലാക്കി വെച്ചിരിക്കുവാണ്. ഇവിടെ ആയിട്ട് ഇന്ത്യയുടെ ഫ്ലാഗ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇന്നലെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. വരിയായിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കിയാൽ ചിക്കൻ എത്രയാണെന്ന് ചോദിക്കണോ? ബൈ, ചിക്കൻ കിത്തന റുപ്യ കിലോ? 160. ഓ, 160 രൂപയാണ് കിലോ. അങ്ങനെ ചിക്കനെല്ലാം വെട്ടിയിട്ടിരിക്കുവാണ്. ഏതൊക്കെയോ പാട്ട് കേൾക്കുന്നുണ്ട്. അവിടെ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. ഇവിടെ പള്ളിയിലിട്ടിരിക്കുന്ന ഏതോ ഒരു ഇതാണ് കേട്ടോ. അത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭക്തിഗാനമാണ് ഇട്ടിരിക്കുന്നത്. ഇതെവിടെയായിട്ട് ചെറിയൊരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിർമ്മിതിയാണ്. ഇതെവിടെയൊക്കെയായിട്ട് ഭയങ്കര ചൂടാണ് ഈ വഴി, അതുകൊണ്ട് ഫാനൊക്കെ ഇട്ടിരിക്കുക. കാര്യം കയറാൻ വേറെ മാർഗ്ഗമില്ലല്ലോ. കംപ്ലീറ്റ് ബിൽഡിങ്ങും പിന്നെ ആൾക്കാരിങ്ങനെ കൂട്ടത്തോടെ നടന്നു പോകുമല്ലേ, അതുകൊണ്ട് ഭയങ്കരമായ ഒരു അവിച്ചിൽ പുഴുങ്ങൽ ഫീൽ ചെയ്യും. ഇവിടെ മീൻ അയിലമീൻ്റെയൊക്കെ കളർ നോക്കേ, മങ്ങിയിരിക്കുവാണ്. കേരളക്കെ അയില, ഇവിടെ എന്താ പറയുന്നത്? ബങ്കട എന്നാണ് ഇവിടെ പറയുന്നത്. കൊഞ്ചെല്ലാം ഉണ്ട്, ചെമ്മീൻ, ചുമന്ന ചെമ്മീൻ. അങ്ങനെ കിത്തനെ റുപ്പിയെ? 100 rupiah. 100 rupees only. താങ്ക് യു. അങ്ങനെയൊക്കെയാണ് മീനിൻ്റെയും കൊഞ്ചിൻ്റെ എല്ലാം വില. ഇവിടെ എല്ലാം ആ ഒരു ഭക്തിഗാനം കേട്ടിട്ട് ഇങ്ങനെ നടക്കാൻ ഒരു ഫീലുണ്ട്. ഇവിടെ കുടിവെള്ളം എല്ലാം വെച്ചിട്ടുണ്ട്, ഇതാ നോക്കേ. ഇവിടെയൊക്കെയായിട്ട് സ്നാക്സുകളെല്ലാം ചെയ്യുവാണ്. സമൂസ, അങ്ങനത്തെ പലതരം സംഭവങ്ങളുണ്ട്. കണ്ടില്ലേ, കുട്ടിപൂരി, കുഞ്ഞു പൂരിയാണ്. ഈ കാണുന്നത് ഒരു പള്ളിയാണ്.
ഈ ഒരു വഴി കംപ്ലീറ്റ് തണലും ഒരു ഇരുട്ടും ആയതുകൊണ്ടേ ഇവിടെ കടയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് കച്ചവടം. കണ്ടില്ലേ, ചെറിയൊരു ഉന്തുവണ്ടിയിൽ പച്ചക്കറി കച്ചവടമാണ്. ഇവിടെ ഒരുപാട് ഇറച്ചിക്കടകളുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം തൂക്കി തൂക്കി ഇട്ടിരിക്കുവാണ് ഇറച്ചികൾ. ഇതാ നോക്കേ, ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇതാ ഒരു പട്ടി വന്ന് ഇറച്ചി എടുക്കാൻ നോക്കി ഞാൻ ഓട്ടിക്കുവാണ്. ഇതെങ്ങനെ നടന്നു വന്നപ്പോഴേ ഇവിടെ ഫിഷ് കട്ടിംഗ് ആണ്. ആവോലി എല്ലാം ഉണ്ട്, ആവോലി. പിന്നെ അതാ ഒരു ടൈപ്പ് വാളയാണിത്. പൂച്ച വന്ന് നിൽക്കുന്നതൊക്കെ. യെസ്, അങ്ങനെ നമ്മൾ ആ ഇടവഴിയിലൂടെ നടന്നു വന്നിട്ട് മാർക്കറ്റെല്ലാം ഉള്ള സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു വന്നിട്ട് വേറൊരു സ്ഥലത്തോട്ട് കയറിയിരിക്കുവാണ്. വേറൊരു സ്ഥലത്തോട്ട് കയറിയിരിക്കുവാണെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ഇപ്പം കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ആ ഒരു ബഹളമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോഴ് ഒരു വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന വഴിയെന്നൊന്നും പറയാൻ പറ്റില്ല. പോകുമ്പം എത്തുമ്പോഴും പറയാം എവിടെ എത്തിയെന്ന്. എവിടെയോ എത്തി. കുറച്ച് വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറൊരു റോഡിലേക്ക് വന്ന് കയറിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഇത് അവിടെ ആയിട്ട് വലിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം കാണാം. അങ്ങനെ നമ്മൾ ചേരിക്കകത്തൂടെ നടന്നു വന്നിട്ട് ഇതാ ഇപ്പോഴ് ഒരു റോഡിലേക്ക് കയറിയിരിക്കുവാണ്. വലിയൊരു ബിൽഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് എന്താ സംഭവം, പ്രത്യേകിച്ച് ബോർഡൊന്നും വെച്ചിട്ടില്ല. ഇത് അവിടെ ആയിട്ടൊരു വലിയൊരു ഫ്ലാറ്റൊക്കെ കാണാം. എന്ന് വെച്ചാൽ റിച്ച് ഫ്ലാറ്റല്ല, സാധാരണപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഫ്ലാറ്റാണ്. ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട ക്യാബുകളുണ്ട്, ചെറിയ ചെറിയ ടാക്സികളാണ്. ഞാൻ നേരത്തെ ഛത്രപതി ശിവജി ആ ഒരു സ്റ്റേഷൻ്റെ അടുത്ത് വെച്ച് കാണിച്ചില്ലായിരുന്നോ, അങ്ങനത്തെ വണ്ടികൾ. ഇനി ഞാൻ പോകാൻ പോകുന്നത് ഇവിടെ അടുത്തായിട്ടൊരു സീ ബ്രിഡ്ജുണ്ട്, ബാന്ദ്ര റോളി കണക്റ്റിംഗ് ബ്രിഡ്ജ്. 5 കിലോമീറ്ററിലധികം നീളമുള്ളൊരു ബ്രിഡ്ജാണ്. അങ്ങോട്ട് പോകാനാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോകാം. അങ്ങോട്ടേക്ക് ബസ് അവൈലബിൾ അല്ലെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ബാന്ദ്ര ബ്രിഡ്ജിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഓട്ടോയിൽ ചോദിച്ചപ്പോൾ 60 രൂപയാണ് പറഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് ഓട്ടോയിലോട്ട് കയറാം. ഇതാണ് നമ്മൾ ബാന്ദ്ര ബ്രിഡ്ജിലേക്ക് പോകുന്ന ഓട്ടോ. വണ്ടി സൈലൻറ്റ് വണ്ടിയാണല്ലോ. ഞാനീ ബാന്ദ്ര ബ്രിഡ്ജ് എന്ന് പറയുന്നില്ലേ, അത് ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളും. പല പല സിനിമകളിലും പാട്ടുകളിലും എല്ലാം ഈ ഒരു ബ്രിഡ്ജ് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഓരോ ഫ്ലൈ ഓവറുകളും ബ്രിഡ്ജിനോട് ചേർന്നായിട്ടുണ്ട്. അതിലൂടെയൊക്കെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് താഴെയായിട്ട് വലിയൊരു ചേരി പ്രദേശമെല്ലാം കാണാം. നമ്മൾ നേരത്തെ പോയതുപോലത്തെ അതേപോലത്തെ ചേരി തന്നെയാണിത്. ലാൽമിട്ടി എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയാണിത്. ഇത്രയും വലിയൊരു സർക്കിളിനകത്ത് ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓട്ടോ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇത് ലാൽമിട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടം വരെയാണ് വരുന്നതിന് 60 രൂപ. പിന്നെ ഈ 60 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രിഡ്ജിൻ്റെ പരിസരമൊക്കെ പോയി ഒന്ന് കറങ്ങി കാണിക്കാമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഒന്ന് പോയി നോക്കാം. നമ്മളങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു കടലിൻ്റെ കാറ്റും മണമൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബ്രിഡ്ജ് ആവാറായെന്നാണ് തോന്നുന്നത്. നല്ല കാറ്റടിക്കുന്നുണ്ട് വണ്ടിയിലോട്ടെ. എത്താറായെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇതേപോലത്തെ വലിയ ബ്രിഡ്ജൊക്കെ എത്താറാകുമ്പോൾ നല്ല കാറ്റടിക്കും. അങ്ങോട്ട് ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. യെസ്, എനിക്ക് ദൂരെയായിട്ട് പാലം കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ പാലത്തിനടുത്ത് എത്താറായിരിക്കുവാണ്. ഇവിടെ നിന്നൊരു ലോങ് വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഇതോ കണ്ടില്ലേ, ആ പാലത്തിന് അപ്പുറത്തായിട്ട് നോക്കേ ഒരുപാട് ബിൽഡിങ്ങുകൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കാണാം. അത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. വെറുതെ പറയുമല്ല. നോക്കേ, അവിടെ ടോളുണ്ട്. ഇതോ കണ്ടില്ലേ, അവിടെ ആയിട്ട് ടോളുണ്ട്. ഓ, നോ ബൈക്ക് നോ റിക്ഷ. റിക്ഷയും ബൈക്കും ആ ടോളിലൂടെ അലൗഡല്ല. അതാണ് പാലത്തിലേക്ക് കയറുന്ന വഴി. ബാന്ദ്ര ബ്രിഡ്ജിന് മുകളിലൂടെ ടാക്സി മാത്രമേ അലൗഡുള്ളൂ. ഇങ്ങനത്തെ ഓട്ടോറിക്ഷ അലൗഡല്ലെന്നാണ് പറയുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഈ ഓട്ടോയിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്നെ പിക്കപ്പ് ചെയ്ത ആ ഒരു സ്ഥലത്തോട്ട് എന്നെ തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. സത്യത്തിൽ 60 രൂപ ഓക്കെ ആയിരുന്നു, 120 രൂപ ഓക്കെ അല്ല. എന്തായാലും പോട്ടെ. വലിയൊരു കറക്കം കഴിഞ്ഞിട്ട് വീണ്ടും
റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് വന്നിരിക്കുവാണ്. ഇവിടെ നിന്ന് ലോക്കൽ ട്രെയിൻ കയറി നമുക്കിനി വീണ്ടും യാത്ര തുടങ്ങാം. ആ ഒരു ബ്രിഡ്ജിന് മുകളിലൂടെ ഈ ഓട്ടോയ്ക്ക് അനുവാദമില്ല പോകാൻ. അത് ഈ ഓട്ടോ ഡ്രൈവർമാരെല്ലാവരും ഒരു വിമർശനമായിട്ട് അത് കാണുന്നുണ്ട്. ആ പാലത്തിൽ കൂടെ ഓട്ടോയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഒരു വിഷമമായിട്ട് അത് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബാന്ദ്ര സ്റ്റേഷനിലെത്തിയിരിക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ലോക്കൽ ട്രെയിൻ കയറി വിടാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴെങ്കിലും നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ചിലപ്പം എല്ലാവരുടെയും ഗൂഗിൾ പേ എല്ലാം ആവും. പക്ഷേ ഞാൻ വന്ന ഓട്ടോയിലെ ഡ്രൈവറുടെ കയ്യിൽ ഗൂഗിൾ പേ ഒന്നും ഇല്ലായിരുന്നു. ഡയറക്റ്റ് കാശ് കൊടുക്കേണ്ടി വന്നു. 120 രൂപയാണ് നമ്മളെ കൊണ്ട് കറക്കിയതിന് അദ്ദേഹം വാങ്ങിയത്. നമുക്കെന്തായാലും അടുത്ത വണ്ടി പിടിക്കാം. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ ഓട്ടോക്കാർ ക്യാൻവാസ് ചെയ്യുവാണ്. കണ്ടില്ലേ, ടാക്സി 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 എന്ന് വിളിക്കുന്നുണ്ട്.